ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചായയോടൊപ്പം കഴിക്കാൻ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. ഇതിനെ ചിലയിടത്ത് പഴം ബോളി, പഴംപൊരി, ഏത്തക്കാപ്പം അങ്ങനെ പല രീതിയിലും പറയും. അപ്പോൾ നമുക്ക് ആവശ്യം 1 കപ്പ് മൈദാമാവും 2-3 സ്പൂണ് അരിപ്പൊടിയും കുറച്ച് ഉപ്പും 1 സ്പൂണ് പഞ്ചസാരയും ആണ് നമുക്ക് ആവശ്യം. പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കോളും മധുരം കൂടാനായിട്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. പൊടി ആദ്യം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അധികം കട്ടിപ്പരുവത്തിൽ വേണ്ടാൽ എന്നാൽ അധികം ലൂസായ പരുവത്തിലും വേണ്ട. ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി മാവ് അഥവാ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സ്വീറ്റായിരിക്കും, അതിനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പഴംപൊരിക്ക് എപ്പോഴും ഒരു ഹാഫ് സ്വീറ്റ് ആവശ്യമാണ്. അപ്പം പഴം കട്ട് ചെയ്യേണ്ടത് നീളത്തിൽ ഒരു ഏത്തക്ക അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം 3-4 കട്ട് ചെയ്യാം. അപ്പം നീളം കൂടുതലാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പഴത്തിന് 2 ശേഷം 3 സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രമിച്ച് 4ാമത്തെ സ്ലൈസ് എടുത്ത് നോക്കുമ്പോൾ അതത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ 3 കറക്റ്റ്, വലുപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പം ഒരു പാത്രത്തിൽ അത്യാവശ്യം മുങ്ങത്തക്ക രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് പഴം മുക്കി അതിലേക്ക് ഇടാം. അതിനു മുമ്പ് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു തീ ഹാഫ് തീയിൽ വെക്കുക. എണ്ണ നന്നായി ചൂടാകുന്ന വരെ ഫുൾ തീയിൽ വെച്ചിട്ട് പിന്നെ ഹാഫ് തീയിൽ വെക്കുക, എന്നാലേ ഉള്ളിലൊപ്പം വേകുള്ളൂ. അതിനുശേഷം മാവിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും എടുക്കാം. അപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പൊരി. വൈകിട്ട് ചായക്കൊപ്പം കടിക്കാൻ അടിപൊളിയാണ് മക്കളെ, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. നിങ്ങളുടെ കമൻസ് ഒന്നും കാണുന്നില്ലല്ലോ, ലൈക്സും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.